ഇമാം നബവി റഹിമഹുല്ലാഹ് ബഹുമാനപ്പെട്ടവർ അദ്ദേഹത്തിന്റെ ശർഹുൽ മുഹദ്ദിബിൽ രേഖപ്പെടുത്തുകയാണ് റസൂലുള്ളാഹിന്റെ ഖബർ സിയാറ ചെയ്യുന്നതിന്റെ അദബ് വിവരിക്കുമ്പോൾ ബഹുമാനപ്പെട്ടവർ പറയുകയാണ് സുമ്മ യർജിഉ ഇലാ മൗഖിഫിൽ അവ്വലി ഖിബാലത വജഹി റസൂലില്ലാഹ് നബി തങ്ങൾക്ക് അഭിമുഖമായി അവൻ നിൽക്കണം വയതവസലു ബിഹി ഫി നഫ്സി എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ശഫാഅത്ത് തേടണം വയതസ്ബിഹു ബിഹി ഇലാ റബ്ബി അല്ലാഹുവിലേക്ക് നബി തങ്ങളുടെ ശുപാർശ ആവശ്യപ്പെടണം വമിൻ അഹ്സനി മാ യഖൂലു അവന് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല ഭാഗം മാ ഹകാഹു മാബറദിയോ വൽ ഖാദി അബു തയ്യിബ് വസായിറു വസഹാബിനാ നമ്മുടെ എല്ലാ ഇമാമിങ്ങളും ഖാദി അബു തയ്യിബും ഇമാം മാബറദിയും പറഞ്ഞ വാചകമാണ് അവനെ പറയാൻ ഏറ്റവും നല്ലത് അനിൽ ഉത്ബി നിങ്ങൾ പറയാറുള്ള നിങ്ങൾ വിമർശിക്കാറുള്ള ഉത്ബിയെ തൊട്ട് ഉത്ബി എന്താണോ പറഞ്ഞത് ആ വാചകമാണ് ഇവർ പറയേണ്ടത് മുസ്തഹ്സിനീന ലഹു ഈ വലിയ വലിയ ഇമാമിങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്ത ആളുകളെല്ലാം മുസ്തഹ്സിനീന ലഹു മുസ്തഹ്സിനീന ലഹു മുസ്തഹ്സിനീന ലഹു അത് വളരെ പുണ്യകരമാണ് ഉത്ബി പറഞ്ഞ വാചകം പറയണം എന്ന് പറഞ്ഞിട്ട് ഉത്ബിയുടെ വാചകം കൊണ്ടുവരികയാണ് എന്താ പറഞ്ഞത് പാപമോചനം തേടിക്കൊണ്ട് നബിയെ അങ്ങയുടെ ഖബർ ശരീഫയുടെ അരികിലേക്ക് ഞാനിതാ വന്നിരിക്കുന്നു ഇത് പറയണം സിയാറ ചെയ്യുന്നവർ ഇങ്ങനെയാ പറയേണ്ടത് എന്ന് ഇമാം നബവി പറയുന്നു ഈ ഇമാം നബവി റസൂലുള്ളാഹിനോട് പാപമോചനം തേടിക്കൊണ്ട് ഞാൻ വന്നു എന്ന് പറയാൻ പഠിപ്പിച്ച ഇമാം നബവി അതുപോലെ തന്നെ ഖാദി അബു തയ്യിബ് അതുപോലെ തന്നെ ഈ പറഞ്ഞ ഇമാമിങ്ങളെല്ലാം ഇസ്ലാമിന് പുറത്താണോ ഇവർക്കാർക്കും ഖുർആൻ മജീദും തിരിയാത്ത ആളുകളാണോ നിങ്ങളുടെ കാഴ്ചപ്രകാരം ഇവരൊക്കെ ഖുറാഫിയും ഖുബൂരിയുമാണോ ഇസ്ലാമിന് പുറത്തേക്ക് പോയ മുർത്തദ്ദികളാണോ ഇവരൊക്കെ എന്ന് നിങ്ങൾ കൃത്യമായി വിശദീകരിക്കണം ഇമാം നബവി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഇത് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഇസ്ലാമിന് പുറത്താണോ വിശദീകരിക്കണം അസ്സലാമു അലൈക്കും